ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അപ്പൻഡിക്കുലാർ സ്കെലറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൻഡിക്കുലാർ സ്കെലറ്റൻ ഇറ്റ് ഇൻക്ലൂഡ് 2 limbs as 4 limbs and hind limbs and its joining as pectoral and pelvic girdle. Okay, so we will see which are the bones present in the limbs. Oro limbilum 30 bones are present. Okay, so here we can see the 4 limbs. It consists of different limbs, that is humerus, radius, ulna, carpal, metacarpal, phalanges. In Inokiko, where it is situated, humerus is nothing but this bone. This is a single bone, okay. And radius, if we keep our hand like this, this is the bone which is radius. അതായത് ഇതിന്റെ ഇങ്ങോട്ടുള്ള ബോൺ നമ്മൾ റേഡിയസ് എന്ന് പറയും. ഇതിന്റെ ഉള്ളിലേക്ക് ഈ കാണുന്ന ബോണിന് നമ്മൾ അൾന എന്ന് പറയും. Okay, so here humerus is 1, radius is 1, ulna is 1. Next one is carpals. Carpals are nothing but our wrist bone. നമ്മുടെ wristന്റെ ഭാഗത്തുള്ള ബോൺസിനെ നമ്മൾ carpals എന്ന് പറയാം. That is 8 in number. And we can see the metacarpals. Metacarpals, it is nothing but the bones which is running to the fingers. നമ്മുടെ ഫിംഗറിലേക്ക്, അതായത് റിസ്റ്റിന്ന് ഫിംഗറിലേക്ക് പോകുന്ന 5 ബോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് മെറ്റാകാർപ്പൽസ്. ആൻഡ് വി ക്യാൻ സി ഫാലഞ്ചസ്, ദാറ്റ് ഈസ് 14 ബോൺസ്. ഫാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ബോൺസ് ആണ്, അതായത് നമ്മുടെ ഫിംഗറിൽ കാണുന്ന ബോൺസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 bones are there in the phalanges. Okay, so which are the bones present in the forelimb? Humerus 1, radius 1, ulna 1, carpals 8, metacarpals 5, and phalanges 14. Total 30 bones are present in forelimbs. Okay, now we will see in hind limb which are the bones present. Hind limb, it also consists of 30 bones, that is the femur bone, or it is called as the thigh bone. നമ്മുടെ ഈ എന്താ പറയുക, കാലിന്റെ ഏറ്റവും മേലെ കാണുന്ന ബോണാണ് ഫെമർ ബോൺ എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് പാറ്റല്ല. പാറ്റല്ല എന്ന് പറയുന്നത് സെസമോയിഡ് ബോണാണ്, അതായത് ടെൻഡനിൽ എംബഡ് ആയിട്ട് കാണുന്ന. ടെൻഡൻ എന്ന് പറയുന്നത് എന്താ, ബോണിനെ മസിലിനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ടെൻഡൻ എന്ന് പറയുന്നത്. സെസമോയിഡ് ബോൺസ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ബോൺസ് ആണ്. പക്ഷെ നമ്മുടെ നീ ക്യാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ആ ചിരട്ട, മുട്ടിന്റെ ചിരട്ട എന്ന് നമ്മൾ പറയില്ലേ, ആ ഭാഗം വന്നിട്ട് കുറച്ച് വലിയ, ഏറ്റവും വലിയ സെസമോയിഡ് ബോണാണ്. നമ്മുടെ ബോഡി കാണുന്ന ഏറ്റവും വലിയ സെസമോയിഡ് ബോണാണ് പാറ്റല്ല എന്ന് പറയുന്നത് കേട്ടോ. സോ പാറ്റല്ല ഈസ് നത്തിങ് ബട്ട് ദ നീ ക്യാപ്പ്. പാറ്റല്ല എന്താണ് ശരിക്കും പറഞ്ഞാൽ, ടെൻഡനിൽ എംബഡായിട്ടുള്ള 2 പീസ് ആയിട്ടിരിക്കുന്ന ഒരു ബോണാണ്. ആ ബോൺ ശരിക്കും നമ്മുടെ നീനെ കവർ ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ നീ ക്യാപ്പ് എന്ന് പറയും കേട്ടോ. സോ പാറ്റല്ല ഈസ് എ സെസമോയിഡ് ബോൺ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ പ്രസന്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ വേറെ സെസമോയിഡ് ബോൺ ഉണ്ടോ? യെസ്, വി ഹാവ് സെസമോയിഡ് ബോൺ ഹിയർ, വി ഹാവ് സെസമോയിഡ് ബോൺ ഹിയർ, വി ഹാവ് സെസമോയിഡ് ബോൺ ഹിയർ. അങ്ങനെ സെസമോയിഡ് ബോൺസ് നമ്മുടെ ബോഡിയിൽ പല പാർട്സിലും കാണുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലുതാണ് പാറ്റല്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടിബിയ. ടിബിയ എന്ന് പറയുന്നത് നമ്മുടെ കാലിന്റെ, നമ്മൾ കാലിങ്ങനെ വെക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുമ്പിലായി, അതായത് മുട്ടിന്റെ താഴേക്ക് മുൻവശത്ത് കാണുന്ന ആന്റീരിയർ പോർഷനിൽ കാണുന്ന ഒരു കട്ടിയുള്ള എല്ലുണ്ടല്ലോ, അതാണ് ടിബിയ എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ ഫിബുല. ഫിബുല എന്ന് പറയുന്നത് അതിന്റെ ബാക്കിലേക്ക് കാണുന്ന എല്ലിനെയാണ് ഫിബുല എന്ന് പറയുന്നത്. ആൻഡ് ടാർസൽസ്. ടാർസൽസ് എന്ന് പറയുന്ന ആങ്കിൾ ബോൺസ് ആണ്. നമ്മൾ റിസ്റ്റ് ബോൺ പറഞ്ഞില്ലേ, അതേപോലെ ആങ്കിൾ ബോൺസ് ഉണ്ട്. റിസ്റ്റ് ബോൺ 8 എണ്ണം ഉള്ളെങ്കിൽ ആങ്കിൾ ബോൺസ് എത്ര ഉള്ളൂ? 7 in number. So tarsals it is 7, or ankle bones it is 7 in number. Metatarsals എന്ന് പറയുന്നത് the bones which is running to the digit, that is metatarsals here. That is again 5 in number. നമുക്ക് 5 ഡിജിറ്റിലേക്ക് ബോൺസ് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് phalanges it is 14 in number. Again we can see that big finger, it will be having 2 phalanges, and we can see the remaining all will be having 3 bones in it. So the phalanges will be having 14 bones. So here if we count the tarsals, it is only 7. Here the carpals it is 8. So ഇവിടെ ഈ 7 വന്നേക്കണോണ്ട് അവിടെ ഒരു 1 എക്സ്ട്രാ വരുന്നുണ്ട്, പാറ്റല്ല. അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട് അല്ലെ, ആ പാറ്റല്ല കണക്ഷൻ, that is a sesamoid bone. So all together when we see the number of these bones, this is also 30 in number, right? So femur, thigh bone, patella, knee cap, tibia, then the bone which is present below the knee, and fibula, backside of the tibia. Tarsals, it is ankle bone, 7 in number. Metatarsals 5 in number, that run to phalanges. Phalanges is it is 14 in number. Okay, so this is all about the appendicular skeleton. Consists of limb bones.
appendicular skeletonലുള്ള limb bones നെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. Now we have to see the connection of these limb bones with our axial skeleton. അതായത് ഇപ്പോൾ നമ്മുടെ ഈ രണ്ട്, അതായത് നമ്മുടെ ഈ നടുവിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു രണ്ട് കാല് ഇവിടെ വന്നിട്ട് നമ്മുടെ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്ന ആ റീജിയനിൽ വന്നിട്ട് ജോയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക, ഈ ഒരു പോർഷനിലേക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതും ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം. ദാറ്റ് ഈസ് ബൈ പെക്ടോറൽ ആൻഡ് പെൽവിക് ഗർഡിൽ. ഓക്കെ, പെക്ടോറൽ ഗർഡിൽ ദാറ്റ് വിൽ കണക്ട് ദ ഫോർ ലിംബ്സ് ടു ദ ആക്സിയൽ സ്കെലറ്റൻ. എങ്ങനെയാണ്, എന്തൊക്കെ കൊണ്ടാണ് പെക്ടോറൽ ഗർഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. പെക്ടോറൽ ഗർഡിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്ലാവിക്കൽ, സ്കാപ്പുല, സ്പൈൻ ഓർ അക്രോമയോൺ ആൻഡ് ഗ്ലെനോയിഡ് ക്യാവിറ്റി. ഓക്കെ, സോ വാട്ട് ഈസ് ക്ലാവിക്കൽ? ക്ലാവിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോളർ ബോണിനെയാണ് ക്ലാവിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. സോ ഹിയർ ഐ ഹാവ് ജസ്റ്റ് ഡ്രോൺ clavicle. It is a curved bone and it is collarbone present in the human body. And we can see the next one is scapula. നമുക്കിങ്ങനെ ബാക്കിലേക്ക് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്കാപ്പുല എന്ന് പറയാം. സോ ഈ സ്കാപ്പുലയും ക്ലാവിക്കിളും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് തമ്മിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആർട്ടിക്കുലേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് അക്രോമയോൺ എന്ന് പറയുന്ന സ്ട്രക്ചർ. എന്താണ് അക്രോമയോൺ എന്ന് നോക്കാം. See here the scapula, it has a ridge like structure here. ഇവിടെ ഒരു ridge പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ആ ridge പോലത്തെ സ്ട്രക്ചറിൽ we can see the clavicle, it is articulated in a region which is a flattened structure of that ridge, that is called as acromyon. ഈ ridge പോലത്തെ സ്ട്രക്ചറിനെ നമ്മൾ സ്പൈൻ എന്ന് പറയും. acromyon എന്ന് പറയുന്ന the region of the spine where clavicle is attached. Okay, clavicle attach ചെയ്തിട്ടുള്ള ആ region ആണ് നമ്മൾ എന്ത് പറയാ, acromyon എന്ന് പറയാം. അതേപോലെ we can see this the anterior part of this acromyon, അതായത് ഈ സൈഡിൽ we can see a small cleft like structure that is called as the glenoid cavity. അതിന് നമ്മൾ പറയുന്ന പേരാണ് glenoid cavity. Glenoid cavity, inside that we can see the humerus bone is articulated. ആ humerus bone articulate ചെയ്തത് എവിടെയാണ്, glenoid cavityയിലാണ് അല്ലേ. So here this is all about the pectoral girdle. So pectoral girdle നമ്മുടെ ക്ലാവിക്കിളിന്റെ, സ്കാപ്പുലേന്റെ റിഡ്ജ് ഉണ്ട്. സ്കാപ്പുലേന്റെ റിഡ്ജിന് നമ്മൾ സ്പൈൻ അല്ലെങ്കിൽ അക്രോമയോൺ എന്ന് പറയും. ആ സ്പൈനിന്റെ ഏത് റീജിയനിലാണോ ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അക്രോമയോൺ എന്ന് പറയാ. അതേപോലെ തന്നെ അതിന്റെ ഒരു പോർഷനിൽ ഒരു ഗ്ലെനോയിഡ് ക്യാവിറ്റി ഉണ്ട്. അതായത് നമ്മളിത് ഇവിടെ നോക്കുമ്പോൾ ഒരു ക്യാവിറ്റി പോലത്തെ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലേക്ക് ഈ ഹ്യൂമറസ് കയറിയിരിക്കുന്നത് അല്ലെ. ആ ഒരു ക്യാവിറ്റിക്ക് നമ്മൾ ഗ്ലെനോയിഡ് ക്യാവിറ്റി where the humerus has been articulated. Okay, this is all about the pectoral girdle. ഇനി നമുക്ക് next one, it is pelvic girdle. ഇത് pelvic girdle അതായത് എങ്ങനെയാണ് ഹിൻഡ് ലിംസ് ജോയിൻ ചെയ്തേക്കുന്നത് നോക്കാം കേട്ടോ. So here the hind limb or leg, it has been joined in the region called as acetabulum. Acetabulum എന്ന് പറയുന്ന റീജിയനിലാണ് hind limb join ചെയ്തിട്ടുള്ളത്. So here we can see pelvic girdle, it consists of ilium, ischium, pubis and pubis. This together will give the coxal bone. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇലിയം, ഇസ്കിയം, പ്യൂബിസ് എന്ന് പറയുന്നത്. See here, this is ilium and this is the pubis bone. Okay, ഈ ഇലിയം, പ്യൂബിസ്, ഈ പ്യൂബിസിന്റെ അടുത്ത് കാണുന്ന ഒരു പ്രൊട്രൂഡിങ് സ്ട്രക്ചർ ആണ് എന്ത്, ഇസ്കിയം എന്ന് പറയുന്നത്. പ്യൂബിസ് ഇറ്റ് വിൽ ബി ഇൻ ദ സെന്റർ റീജിയൻ, അതായത് നമ്മുടെ ഈ ബോൺ ഇങ്ങനെ കാണിച്ചേക്കുന്നതാണ് കേട്ടോ. സോ ഹിയർ വി ക്യാൻ സീ ദിസ് ഇസ് ഇലിയം, ദിസ് ഇസ് പ്യൂബിസ് റീജിയൻ. പ്യൂബിസ് റീജിയൻ ഇറ്റ് വിൽ ബി ജോയിൻ ടു pubic symphysis. Pubic symphysis എന്ന് പറഞ്ഞാൽ നമ്മുടെ 2/2 of the pelvic girdle when it is joined together. ഈ നമ്മൾ പെക്ടോറൽ ഗിർഡിലും പെൽവിക് ഗിർഡിലും പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. സോ 1/2 of the pectoral girdle we are explaining, 1/2 of the pelvic girdle we are explaining. അതേപോലെ തന്നെ ഈ രണ്ട് പെൽവിക് ഗിർഡിലും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ സെന്റർ ഭാഗം അതിനെയാണ് നമ്മൾ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്നത്. പ്യൂബിക് സിംഫൈസിസ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന ഫൈബ്രസ് കാർട്ടിലേജ് കൊണ്ടാണ് കേട്ടോ. സോ ഈ പ്യൂബിക് സിംഫൈസിസ് അതിന്റെ സെന്റർ റീജിയനിലേക്ക് കാണുന്ന ബോൺ നമ്മൾ പ്യൂബിസ് എന്ന് പറയും. അതേപോലെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബോണ്ട് പറയുന്നത് നമ്മൾ ഇസ്കിയം എന്നാണ്. സോ ഹിയർ വെൻ ദീസ് 3 bones are attached together there is a common point called as acetabulum. ഒരു acetabulum എന്ന് പറയുന്ന ഒരു common point ഉണ്ട്. So here ilium is a bone which is present in the anterior part or upper part, and pubis which is extending, the bone which is extending towards the pubic symphysis, and where we can see the ischium is attached to pubis region.
These three bonds together we will call as coxal bonds. Okay, അതിനെ മൂന്നിനെയും കൂടി കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് coxal bonds എന്ന്. അതേപോലെ ഇത് മൂന്നും കൂടി കൂടിയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്, that is called as acetabulum. That is called as acetabulum. Acetabulum on which the femur has been articulated. acetabulത്തിലേക്കാണ് femur articulate ചെയ്തിട്ടുള്ളത്. Okay, so here one half of the pelvic girdle has shown like that, another half is also there, and this two pubis, it is joined together in the pubic symphysis region that is made with fibrous cartilage. Okay, that contain fibrous cartilage. So pelvic girdle, it consists of ilium, ischium, pubis. Ilium, ischium, pubis together we will call as coxal bones, and there is a structure which is present, which is connecting these three bones together called as acetabulum. Acetabulum where the femur has been attached. Okay, so this is all about the appendicular skeleton as well as the pectoral and pelvic girdle. Appendicular skeleton consists of forelimbs, hind limbs, pectoral girdle and pelvic girdle. Pectoral girdle and pelvic girdle we explain one half of it. Okay, ഇതുപോലെ രണ്ടെണ്ണം കൂടിയതാണ് pectoral girdle, pelvic girdle. Okay, so ഇനി നമുക്ക് പഠിക്കാനുള്ള different types of joints ആണ് കേട്ടോ.